നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണി വിപുലീകരിക്കാൻ വഴിമരുടുന്ന ചർച്ചകളുമായി UDF നേതാക്കൾ പരക്കം പായുന്നു. പിന്നോക്ക സംഘടനയായ BD പാർട്ടിയെ വരെ നോട്ടമിടുകയാണ് UDF നേതാക്കൾ. പക്ഷേ ഒരു വിഭാഗം കട്ടക്കലിപ്പിലുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന വിധത്തിൽ കെ മുരളീധരന്റെ വെളിപ്പെടുത്തൽ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. 2016 മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തനിക്ക് കിട്ടിയിരുന്നുവെന്നും മുരളീധരൻ വെളിപ്പെടുത്തി. അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണ്. BJPക്ക് ബദലായി കോൺഗ്രസ് എന്ന നിലപാടിന്റെ പുറത്ത് സ്വീകരിച്ചിട്ടുള്ള നയമാണത്. ഇതേ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള CPMന് തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയത്. സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാർ. സാമുദായിക നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. സാധാരണഗതിയിൽ NSSന്റെ ചടങ്ങിൽ കൂടുതലായി കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറുള്ളതെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരം, ഇത് BD പാർട്ടി തിരിച്ചറിയണമെന്നും പിന്നോക്കക്കാർക്ക് സംവരണം വേണ്ടെന്ന BJPയുടെ നിലപാടിനെ എതിർക്കണമെന്നും UDF സെക്രട്ടറി CP ജോൺ പറഞ്ഞത് BD പാർട്ടിക്ക് വേണ്ടി ഒരു ചൂണ്ടയിട്ടതാണ്. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളവ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് അംഗീകരിക്കുന്നത്. പിന്നോക്കക്കാർക്കെതിരെ നിൽക്കുന്ന അമിത്ഷായുമായി ഒരു മുന്നണിയിൽ ഇരിക്കണോ എന്ന് BD പാർട്ടി പ്രതിദാനം ചെയ്യുന്ന SNDPയിലെ അംഗങ്ങൾ ചിന്തിക്കണമെന്ന് CP ജോൺ പറഞ്ഞു. ന്യൂനപക്ഷ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയുടെയും സുഡാപ്പികളുടെയും വോട്ടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എവിടെയും ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരമാകുന്നതെന്നും CP ജോൺ പറയുന്നു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. ഇന്ത്യയിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. അവരോളം അപകടകരമല്ല ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷങ്ങൾ മത തീവ്രവാദത്തിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ മതേതര ചേരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഈ അർത്ഥത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്നതെന്ന് CP ജോൺ പറഞ്ഞു. BJP ശക്തിയുള്ള സ്ഥലങ്ങളിൽ UDFന് ക്ഷീണം സംഭവിക്കുന്നു. ചേലക്കരയിൽ CPM ജയിച്ചത് BJP 30,000-ൽ പരം വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ്. അടുത്ത ഭരണം UDFന് ലഭിക്കണമെങ്കിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്നും മലബാറിലെ പോലെയല്ല തിരുവിതാംകൂറെന്നും CP ജോൺ പറഞ്ഞു.